നമസ്കാരം. സെക്കുലാറിസം അഥവാ മതേതരത്വം, ഈ ഒരു വാക്ക് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. ഈ ഒരു വാക്ക് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുമുണ്ട്. എന്നാൽ സെക്കുലാറിസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഭരണഘടനയിൽ ഒരിടത്തും ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും മതേതരത്വം അഥവാ സെക്കുലാറിസം എന്ന വാക്കുകൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത് ഭരണകൂടം മതകാര്യങ്ങളിൽ ഇടപെടരുത് അല്ലെങ്കിൽ ഇടപെടില്ല എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മതേതരത്വം എന്നത് മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. മതന്യൂനപക്ഷങ്ങൾ പൊതുവെ ഒരു ബ്ലോക്കായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൽ ജാതിയും ഉപജാതിയും ഒക്കെ ആയിട്ട് അവർക്ക് അവരുടേതായ ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദു ഒരു മതം എന്ന നിലയിൽ ഒരു ബ്ലോക്കായിട്ട് ഒരിക്കലും വോട്ട് ചെയ്യത്തില്ല. 100 പെട്ടിയിൽ വോട്ടിടുന്ന 100 പേരെക്കാൾ ശക്തരാണ് ഒരു പെട്ടിയിൽ വോട്ടിടുന്ന 5 പേർ. ഇത് ജനാധിപത്യത്തിന്റെ ഫിലോസഫിയാണ്. ഹിന്ദു ഒരു റിലീജിയസ് വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു മെജോറിറ്റിയോട് അനീതി കാട്ടിയാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് നഷ്ടപ്പെടുന്നില്ല. കാരണം അവർ ഒരു വോട്ട് ബാങ്ക് അല്ല. നേരെ മറിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങളെ ഫേവർ ചെയ്താൽ അവരൊരു ബ്ലോക്കായിട്ട് ഈ ഫേവർ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്യും. ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അപകടകരമായ രീതിയിൽ മൈനോറിറ്റി രാഷ്ട്രീയത്തിന് അടിത്തറ പാകിയത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഗതി പിടിച്ചോ? അതുമില്ല. വോട്ടിന് വേണ്ടി ഒരു ഇമോഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ് കോൺഗ്രസ് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭൂരിപക്ഷ സമുദായത്തിനോടുള്ള വിരോധം അത് നെഹ്റുവിന്റെ കാലത്ത് തൊട്ട് തുടങ്ങിയതാണ്. ഈ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഹിന്ദു വിരുദ്ധതയൊക്കെ അതിന്റെ ഒരു ബാക്കിപത്രം മാത്രമാണ്. ഹിന്ദുവിനോടും ഭാരതത്തിന്റെ തനതായ പാരമ്പര്യത്തിനോടും ഒക്കെ നെഹ്റുവിന് സ്വാഭാവികമായിട്ട് ഒരു വെറുപ്പുണ്ടായിരുന്നു. ഇത് പല അവസരങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട്. നെഹ്റു മാത്രമല്ല, ആ കുടുംബത്തിലുള്ള പലരുടെയും പല സ്വഭാവങ്ങളിൽ നിന്നും ഇത് പല കാലത്തും പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1961 കൽക്കട്ടയിലെ ഈ രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടകൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഉദ്ഘാടന പരിപാടിയോടെ കൂടെ തന്നെ ഒരു സ്പിരിച്വൽ കോൺഫറൻസും സംഘാടകർ അന്ന് അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ഈ സ്പിരിച്വൽ കോൺഫറൻസ് നെഹ്റുവിന് അത്ര പിടിച്ചില്ല. ആ വേദിയിൽ നെഹ്റു പൊട്ടിത്തെറിച്ചു. അദ്ദേഹം അവിടെ പറഞ്ഞത് ഇന്ത്യ ഒരു പട്ടിണി രാജ്യമാണ്, എന്ത് ആത്മീയതയാണ് പട്ടിണിക്കാരോട് ഞാൻ സംസാരിക്കേണ്ടത് എന്നൊക്കെയാണ്. നെഹ്റു അന്നവിടെ കാണിച്ചത് അഹങ്കാരവും അജ്ഞതയുമാണെന്ന് പറയേണ്ടി വരും. ഭാരതം അന്നൊരു ദരിദ്ര രാജ്യമായിരുന്നു, സമ്മതിച്ചു. ദാരിദ്ര്യമുള്ളിടത്ത് ആത്മീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് ആരാണ് ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത്? ഈ ആത്മീയതയാണ് അനാദികാലം മുതൽക്ക് ഈ രാജ്യത്തിനെ ഒരുമിച്ച് നിർത്തിയതെന്ന് കണ്ടെത്തുവാൻ ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയ ഈ മനുഷ്യന് സാധിച്ചില്ല എന്ന് വേണ്ടേ നമ്മൾ കരുതുവാൻ? 1946 ഓഗസ്റ്റ് 16 ജിന്നയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ചത്. ബംഗാളിൽ അന്ന് മുസ്ലിം ലീഗ് ആയിരുന്നു ഭരണത്തിൽ. എച്ച് സുഹൃവർത്തി ആയിരുന്നു ബംഗാളിന്റെ പ്രീമിയർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ. നെഹ്റു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഓഗസ്റ്റ് 16 17 ഇടയ്ക്ക് ഈ 2 ദിവസത്തിനുള്ളിൽ ബംഗാളിൽ ഹിന്ദുക്കൾ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടു. 10,000-ലധികം പേർ കൊല ചെയ്യപ്പെട്ടു. 15,000 പേർക്ക് അംഗവൈകല്യം വന്നു. 1,00,000 ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു, ഭവനരഹിതരായി. നെഹ്റു അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇരകളെ സംരക്ഷിക്കുവാൻ ഒന്നും ചെയ്തില്ല. ലോ ആൻഡ് ഓർഡർ പ്രവശ്യകളുടെ അധികാരമാണെന്നും അതിൽ ഇടപെടുവാൻ സാധിക്കില്ല എന്നുമായിരുന്നു നെഹ്റുവിന്റെ വാദം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബംഗാളിൽ അടി കൊടുത്തവർക്ക് ബീഹാറിൽ തിരിച്ചടി കിട്ടി. ഒരുത്തന്റെ ശവം പോലും മറവ് ചെയ്യാൻ കിട്ടിയില്ല, അത്ര ഭീകരമായിരുന്നു തിരിച്ചടി. ഒരു പ്രൊവിൻഷ്യൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവും അന്ന് നെഹ്റുവിന് ഫീൽ ചെയ്തില്ല. തൊട്ടടുത്ത ദിവസം നെഹ്റു ബീഹാറിൽ ചെന്നു. മുസ്ലിങ്ങൾക്ക് അടി കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുവാൻ നെഹ്റുവിന് അറിയാം. ഇതെന്ത് മെസ്സേജാണ് ഭൂരിപക്ഷം ഹിന്ദുവിനും കൊടുക്കുന്നത്? കോൺഗ്രസ് നേതാവായിരുന്ന DP മിശ്ര നെഹ്റുവിന്റെ സെക്കുലറിസം എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. എന്താണ് മിശ്ര എഴുതിയിരിക്കുന്നത്? നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം ഹിന്ദുക്കൾ മാത്രം പിന്തുടരേണ്ട ഒന്നാണ്. എന്നാൽ വോട്ട് നേടി അധികാരം പിടിച്ചെടുക്കേണ്ടി വരുമ്പോൾ നെഹ്റുവിന്റെ മതേതരത്വത്തിന് യാതൊരു പരിമിതികളുമില്ല. വോട്ടിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതിൽ നെഹ്റുവിന് അപ്പോൾ യാതൊരു മടിയുമില്ല. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവും കോൺഗ്രസും യൂണിഫോം സിവിൽ കോഡ് പോലെ മുസ്ലിം സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നിയമത്തെ പോലും പിന്തുണയ്ക്കാത്തത്. ഇത് എഴുതിയിരിക്കുന്നത് ഞാനല്ല, എന്റെ മേലോട്ട് കയറേണ്ട വേട്ടൻ കോൺഗ്രസ് ലീഡർ DP മിശ്രയാണ്. നെഹ്റു തുടങ്ങി വെച്ചതും കോൺഗ്രസ് ഇന്നും പിന്തുടരുന്നതുമായ സെക്കുലറിസം അല്ലെങ്കിൽ മതേതരത്വം മൈനോറിറ്റി അപ്പീസ്മെന്റ് ആണ്, ന്യൂനപക്ഷ പ്രീണനമാണ്, പ്രത്യേകിച്ചും മുസ്ലിം പ്രീണനമാണ്, പ്രകടമായ മത ന്യൂനപക്ഷ പ്രീണനമാണ്. ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, ഇതിനെ ആരെങ്കിലും എതിർത്താൽ, നിങ്ങൾ ഈ പിന്തുടരുന്നതല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ അവനെ ഇവരെല്ലാം കൂടെ വർഗീയവാദിയാക്കും. ഇതാണ് കോൺഗ്രസിന്റെ വിചിത്രമായ മതേതരത്വം. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.